ജ്യോതിഷപ്രകാരം 27 നക്ഷത്രക്കാരാണ് ഉള്ളതെങ്കിലും ചില സ്ത്രീ നക്ഷത്രങ്ങൾ വളരെയേറെ സ്ത്രീത്വം നിറഞ്ഞു തുളുമ്പുന്നവരാണ്. അതായത് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അനുകമ്പയും സ്നേഹവുമൊക്കെ വളരെയധികം കാണുവാൻ കഴിയും. അപ്പോൾ ജ്യോതിഷപരമായി ഏറ്റവും കൂടുതൽ സ്ത്രീത്വം ഉള്ളതായി കണക്കാക്കപ്പെടുന്ന നാളുകാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന സ്ത്രീത്വം കൂടുതലായുള്ള നാളുകാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ എല്ലാ പ്രവൃത്തികളിലും തന്നെ സൗമ്യത പുലർത്തുന്നവർ ആയിരിക്കും. മാത്രമല്ല ഒരു കുടുംബത്തെ പോറ്റുവാനായുള്ള പ്രത്യേകമായ ഒരു കഴിവ് ഇവർക്ക് സിദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. പെരുമാറ്റത്തിൽ മാത്രമല്ല കാഴ്ചയിലും അവർ ഒരു ശാലീന സൗന്ദര്യമായിരിക്കും. എത്രയൊക്കെ കാലം മാറിയാലും പഴമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സായിരിക്കും അവരിലുള്ളത്. ഇപ്രകാരം സ്ത്രീത്വം വിളങ്ങുന്ന സ്ത്രീ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നാളുകാർ അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലുള്ള ഏറ്റവും ഒരു വലിയ പ്രത്യേകത അവർക്ക് മറ്റുള്ളവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുവാനും എല്ലാവരുടെയും സ്നേഹം വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു പറ്റുവാനും കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ ആരുടെയെങ്കിലും സങ്കടം കണ്ടാൽ വളരെ പെട്ടെന്ന് മനസ്സ് അലിയുന്ന കൂട്ടരാണ് അശ്വതി നക്ഷത്രക്കാർ. അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് അവരുടെ വീടും കുടുംബവുമൊക്കെ ആയിട്ടാണ്. അതായത് ഒരു വീടിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ വളരെ നല്ല കഴിവുള്ള ആളുകളാണ് അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. മാത്രമല്ല വളരെ സൗമ്യമായിരിക്കും ഇവരുടെ പ്രകൃതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യരോടായാലും ജീവജാലങ്ങളോടായാലും വളരെ കരുണയോടെ ആയിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെ പെരുമാറ്റം. ഇതിനെല്ലാം പുറമെ ഈശ്വരാധീനവും വളരെയധികം ലഭിച്ചിട്ടുള്ള നക്ഷത്രക്കാർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. സ്ത്രീത്വം വിളങ്ങുന്ന സ്ത്രീ നക്ഷത്രക്കാരിൽ രണ്ടാമത്തെ നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാരാണ്. ഇവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അവരുടെ ഭർത്താവിനോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം ആയിരിക്കും അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെ കുടുംബമായും വീടുമായുമൊക്കെ വളരെയേറെ അടുപ്പം പുലർത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. പെരുമാറ്റത്തിൽ മാത്രമല്ല കാഴ്ചയിലും ഇവർ സ്ത്രീത്വം തുളുമ്പുന്ന ആളുകളാണ്. മൂന്നാമതായി വരുന്ന സ്ത്രീത്വം തുളുമ്പുന്ന നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നാളുകാരായിട്ടുള്ള സ്ത്രീകൾ വളരെയധികം മനസ്സലിവും ലോലഹൃദയവുമൊക്കെ ഉള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവരുടെ സ്നേഹം വളരെ ആത്മാർത്ഥമായിരിക്കും. ഇനി രോഹിണി നക്ഷത്രക്കാർക്കുള്ള മറ്റൊരു സ്വഭാവ സവിശേഷത, അവർക്ക് മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ പുറമെ അത് നടിക്കുവാൻ തീരെ അറിയില്ലാത്ത ആളുകളാണ്. സൗമ്യതയും സഹാനുഭൂതിയുമൊക്കെ അവരുടെ കൈമുതലാണ് എന്ന് തന്നെ പറയാം. അവരുടെ ഭർത്താവിന് എക്കാലത്തും ഒരു ഐശ്വര്യ ദേവത തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ. സ്ത്രീത്വത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നാലാമത്തെ സ്ത്രീ നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ്. അവരുടെ സംസാരവും പെരുമാറ്റവുമൊക്കെ വളരെ സൗമ്യവും സത്യസന്ധവുമായിരിക്കും. മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ കുടുംബജീവിതത്തിന് തന്നെയായിരിക്കും. അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നതും വീട്ടിൽ ചിലവഴിക്കുന്ന സമയങ്ങളിൽ തന്നെയായിരിക്കും. ഇനി പ്രവൃത്തിയിൽ മാത്രമല്ല സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഇവർ മുൻപന്തിയിൽ തന്നെയാണ്. ഇനി സ്ത്രീത്വം തുളുമ്പുന്ന അഞ്ചാമത്തെ നക്ഷത്രക്കാർ പുണർദം നക്ഷത്രക്കാരാണ്. ഒരു ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയുന്ന തരത്തിലായിരിക്കും പുണർദം നക്ഷത്രക്കാരായ സ്ത്രീകൾ. അവരുടെ മനസ്സും വളരെ സത്യമുള്ളതായിരിക്കും. ഒരു കുടുംബത്തിന് എപ്പോഴും വിളക്കായിരിക്കും പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. സ്ത്രീത്വം വളരെയധികം ഉള്ള ആറാമത്തെ നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാരാണ്. ഇവരുടെ സ്വഭാവവും പ്രവൃത്തിയുമെല്ലാം മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് ഇവരിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലായിരിക്കും. അതുപോലെ തന്നെ ഈശ്വര കടാക്ഷവും
വളരെയേറെ ലഭിച്ചിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ. രേവതി നക്ഷത്രക്കാരുള്ള കുടുംബം സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുവാനുള്ള ഒരു പ്രത്യേക കഴിവ് രേവതി നക്ഷത്രക്കാർക്കുണ്ട്. ഒരു നല്ല ഗൃഹനാഥ ആവാനുള്ള സാധ്യത വളരെയേറെയുള്ള നാളുകാരാണ് രേവതി നക്ഷത്രക്കാർ. ശ്രീത്വം തുളുമ്പി നിൽക്കുന്ന 7ാമത്തെ നാളുകാർ മകം നാളുകാരാണ്. മകം നാളുകാരായുള്ള സ്ത്രീകളെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പര്യായമെന്ന് തന്നെ പറയാം. മകം നാളുകാരായുള്ള സ്ത്രീകൾ ജനിക്കുന്നതും വീടിനും, അതുപോലെ തന്നെ മകം നാളുകാരെ വിവാഹം കഴിക്കുന്ന ആളുടെ ജീവിതം അതിമനോഹരമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിക്കുന്ന നാളുകാർ കൂടിയാണ് മകം നാളുകാരായുള്ള സ്ത്രീകൾ. ഒരു കുടുംബത്തെ നല്ല രീതിയിൽ മുൻപോട്ടേക്ക് നയിക്കുവാൻ അവർക്ക് കഴിയും. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കുടുംബം തന്നെയാണ്. നാം ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 7 നക്ഷത്രക്കാരുടെ കാര്യവും ജ്യോതിഷപ്രകാരം ഭൂരിഭാഗം വരുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നാളുകാരിൽ 80% ആളുകളും ഇപ്രകാരം തന്നെയായിരിക്കും. നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.